നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും ന്യായങ്ങൾ പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവരുടെ ന്യായം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി മുതലെടുക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഒരു മുതലെടുപ്പിന് നിന്നു കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ നിൽക്കേണ്ടതില്ല. മാത്രമല്ല, തെറ്റ് ചെയ്യാത്തവരില്ല, ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കുകയാണ് വേണ്ടത്. രാഹുലിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ കേരളത്തിന് ആവശ്യമുണ്ട് എന്നതാണ് അവരുടെ വാദം. ആ വാദം ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, കാരണം എന്റെ ഫീൽഡ് അതായതുകൊണ്ടാണ്. രണ്ടാമത്തെ ആൾക്കാരുടെ വാദം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും ഇനി പൊതുപ്രവർത്തനം നടത്തേണ്ടതില്ല, കാരണം അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന ഒരു നിലപാട് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന മറ്റൊരു വിഭാഗം. അത് രാഷ്ട്രീയമായിട്ടല്ല, അല്ലാതെ ആ വിധത്തിൽ സംസാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ന്യൂട്രൽ അടിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട്. അത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരും അല്ലാത്തവരും എല്ലാം നിയമത്തിന്റെ എന്തെങ്കിലും ആളുകൾ തന്റെ തലയിൽ വീഴുവോ, കേസ് തന്റെ പരടിക്ക് വരുമോ എന്നൊക്കെ കരുതിയിട്ട് വായടച്ച് മിണ്ടാതിരിക്കുന്നവരുമുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് തുടക്കം മുതലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ വീഡിയോ പുറത്തു വരുമ്പോൾ ഞാൻ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആണ് പ്രതികരിച്ചത്. അതിന് കാരണം, ഇത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകൻ ഒരു കാരണവശാലും ഇങ്ങനെ പേരുദോഷം കേൾപ്പിക്കാൻ പാടില്ലാത്ത ആളാണ്. പൊതുപ്രവർത്തകനാണ് കേട്ടോ, രാഷ്ട്രീയക്കാരന്റെ കാര്യമല്ല പറയുന്നത്. രാഷ്ട്രീയക്കാരൻ എന്ത് തോന്നിയാസമാകാം, എവിടെയും പെണ്ണ് പിടിക്കാം, എന്തും ചെയ്യാം, അവനെ സംരക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതുപോലെയല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്. അവൻ ഏത് സാധാരണക്കാരന്റെയും അടുക്കളയിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമുള്ള, ഏതൊരാളെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്നതുകൊണ്ടാണ് രാഹുലിനെ ഞാൻ നഖശികാന്തം എതിർത്തത്. അതിന് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള, രാഹുൽ ഭക്തരായിട്ടുള്ള കുറെ ആൾക്കാരുടെ തെറി നല്ലോണം ഞാൻ കേട്ടു. എന്നാൽ പിന്നീട് ഞാൻ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഇത് ഒരു വ്യാജ കേസാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് എന്ന് ഉറപ്പിച്ച് ജനങ്ങൾക്ക് തിരിച്ചറിയുന്ന വിധത്തിലുള്ള വലിയ ഒരു എന്താ പറയാ, ഒരു വളഞ്ഞിട്ട് ആക്രമണമാണ്, ഒരു ഇല്ലാതാക്കാൻ, ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നീക്കമാണ് പിന്നീട് വിവിധ രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉണ്ടായത്. മാത്രമല്ല, അവിടെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഇര പരാതി കൊടുത്തിട്ടുമില്ല. അപ്പൊ പരാതി കൊടുക്കുന്നുമില്ല, ഇവിടെ ഇരയാക്കപ്പെടുന്നുമുണ്ട്. ഒരു പരാതിയുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ, അതും ഒരു രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേട്ടക്കാരൻ എന്ന് അവരാരോപിക്കുന്ന ആളായി ഞാൻ കരുതി. ഞാനെന്നല്ല, ന്യായയുക്തമായി എത്തിക്സ് നോക്കി സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി തന്നെ സംസാരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വോയിസ് പുറത്തു വരുന്നത്. അത് പക്ഷേ എനിക്ക് രാഹുലിനോട് 1% പോലും യോജിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഗർഭിണിയായ 1-2 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട്, അതിന് വ്യാജഗർഭം ഉണ്ടായതായിക്കോട്ടെ, ആരാന്റെ ഗർഭമായിക്കോട്ടെ, സ്വന്തം ഗർഭമായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ തന്റെ ആശ്രയത്തിൽ വന്ന ആളായിക്കോട്ടെ, തന്നോട് ആരോപിക്കുന്ന ആളായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അത് വേറെ വിഷയമാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട ഒരു സംസാരമല്ല അവിടെ ആ വോയിസിൽ പുറത്തു വന്നത്. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തോട് വിയോജിക്കുന്നത്. ആ നിമിഷം മുതലാണ്. അന്ന് ആ വിയോജിപ്പ് നടത്തി, രാഹുൽ മാങ്കൂട്ടത്തിനോട് വിയോജിപ്പ് നടത്തി സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി വന്നിട്ടില്ല, കേസ് വന്നിട്ടില്ല, യാതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു പരാമർശം വരാൻ പാടില്ലായിരുന്നു എന്ന്. കാരണം എന്റെ കൗൺസിലിംഗ് ജീവിതം എന്ന് പറയുന്നത് കുറെ പഴക്കമുള്ളതാണ്. 2004 മുതൽ ഞാൻ കൗൺസിലിംഗ് രംഗത്തുണ്ട്. 2014 മുതൽ സജീവമായിട്ട് ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഞാൻ ഒരല്പം പിന്നോട്ട് റിട്ടയർമെന്റ് ലൈഫ് എന്ന നിലയിൽ മാറി നിൽക്കുന്നു. വളരെ വളരെ അത്യാവശ്യമുള്ള, ഞാൻ തന്നെ വേണമെന്നുള്ള കേസുകൾ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു മുമ്പുള്ള അനുഭവങ്ങൾ എനിക്കറിയാം. നമ്മുടെ മുന്നിൽ വരുന്ന കേസുകൾ, അതായത് പലപ്പോഴും സെക്സ്വൽ കേസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ തന്നെയാണ് ഒരു 80% കേസുകളും ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പുറത്തു പറയുന്ന കാരണങ്ങൾ മറ്റു പലതുമാണ്. പക്ഷേ ചോറ് വെച്ച് തരുന്നില്ലെന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരുന്നില്ലെന്നോ, തുണി എഴുതുന്നില്ലെന്നോ, എന്നെ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല, വേറെ കള്ളു പിടിക്കുന്നുണ്ട്, പെണ്ണ് പിടിക്കുന്നുണ്ട്, പല ആരോപണങ്ങളും പറയും. പക്ഷെ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം അവരുടെ കിടപ്പറയാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു കിരികിരിപ്പാണ്, ഒരു കുത്തിക്കുള്ള പരിപാടി ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റേ മെന്റൽ ഡിസോർഡറുകളോ മറ്റു കാര്യങ്ങളോ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനസികമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും നല്ല ഒരു വ്യക്തിയുടെ, ഒരാളുടെ നല്ലൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ, അത് കൗൺസിലർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫാമിലി നേരെ പോകും. അത് എന്റെ അനുഭവമാണ്. കാരണം എന്തുകൊണ്ടാണ് എന്റെ ഫാമിലി കൗൺസിലിംഗ് എല്ലാം വിജയിച്ചു പോകണമെന്ന് ചോദിച്ചാൽ ഇത്ര സിമ്പിളാണ്. അവരെ പരസ്പരം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങളെ തലയിടാതെ സ്വയം അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്നു. അപ്പൊ അത്തരത്തിൽ
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ഇരയും അവരുടെ ഭർത്താവും തമ്മിൽ, അത് വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം 10 മാസം 1 കൊല്ലം എത്ര ആയിക്കോട്ടെ, അതിനിടയിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാകാം. ഞാൻ ചിന്തിച്ചത് അവിടെയാണ്. അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ബന്ധത്തിൽ ഒന്ന് ഇടപെടാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ ഇടപെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഇടപെടുന്ന സമയത്ത് അവിടെ ഒരു മുതലെടുപ്പ് നടത്താൻ പാടില്ല. എത്രയോ കൗൺസിലിങ്ങുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ സങ്കടങ്ങൾ നമ്മളോട് ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് എന്നാൽ ഒരു തവണ ഒന്ന് ശാരീരികമായി ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തളയാമെന്ന് പോലെ തോന്നും. ആ രീതിയിലാണ് അവരുടെ സങ്കടങ്ങൾ പറയുന്നത്. അവരതിന് തയ്യാറാവുകയും ചെയ്യും. കാര്യം എപ്പോഴും മാനസിക നില എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ പുണ്യാളനും പുണ്യാളത്തിൽ ചമഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല. അതുപോലെ പലരുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിച്ച് അവരെ സംരക്ഷിക്കണമെന്ന് തോന്നും. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എത്രയോ കൗൺസിലർമാർ അത്തരത്തിൽ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ഒരു കോർണറിൽ നിന്ന് അത്തരത്തിലൊരു ചിന്ത വരാൻ പാടില്ല. അവരുടെ നമ്മുടെ ക്ലയന്റ് ആണ്, നമ്മളെ കൗൺസിൽ ചെയ്യാണ്. അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരെ മുതലെടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കൗൺസിലറുടെ ഒരു തത്വമാണ്. കൗൺസിലർ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ ഒരു കൗൺസിലറാണ്, ഒരു പോലീസുകാരൻ ഒരു കൗൺസിലറാണ്, അതുപോലെ ഒരു ഡോക്ടർ ഒരു കൗൺസിലറാണ്, ഒരു അധ്യാപകൻ ഒരു കൗൺസിലറാണ്. അപ്പോൾ ഇത്തരത്തിൽ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും, പൊതുപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും പാലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്കൊരു വിഷയം വരുമ്പോൾ ആ വിഷയം ഹൃദയത്തിൽ എടുത്തു വെച്ച് തന്റെ ഒരു വിഷയമായി കാണരുത് എന്നുള്ളത്. തന്റെ ഒരു വിഷയമായി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരുപക്ഷെ അവരെ തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യം വരും. അതുപോലും അറിയാത്ത ഒരു പൊതുപ്രവർത്തകൻ, രാഹുൽ മാങ്കൂട്ടൻ എന്ന പൊതുപ്രവർത്തകൻ അവരുടെ പ്രശ്നമെടുത്ത് തലയിൽ വെക്കുന്നു. അവിടെ ഒരു പെണ്ണാണ് മറുഭാഗത്ത് എന്നതുകൊണ്ട് അതിനെ താലോലിക്കുന്നു, സമാധാനിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അവസാനം മുതലെടുക്കുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു മുതലെടുപ്പ് നടന്നു. ഇനി എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും മുതലെടുപ്പ് നടന്നു. ആ മുതലെടുപ്പിൽ അവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരമായാലും അല്ലാതെ ആയാലും അവിടെ ഒരു ലൈംഗിക ബന്ധം നടന്നു, ഒരു ഗർഭധാരണം നടന്നു എന്ന് പറയുന്നു, ഒരു ഗർഭചിത്രം നടന്നു എന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നതാണ്. പക്ഷെ ഒരു ലൈംഗിക ബന്ധം നടന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു വലിയ തെറ്റാണ്. ആ തെറ്റ് ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം, ആ വോയിസ് പുറത്തുവിട്ട ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുമ്പോൾ അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതാണ് അതിന്റെ കാരണം. അല്ലാതെ രാഷ്ട്രീയമായിട്ടോ രാഹുൽ ഈശ്വരനെ പൊക്കിക്കൊണ്ടുപോയതുപോലെ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം രാഹുൽ ഈശ്വരൻ എന്താ പറ്റിയെന്നുള്ളത്. കാണിച്ചത് പക്കാ മണ്ടത്തരമാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട്, രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, രാഷ്ട്രീയക്കാരന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്റെ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പക്ക രാഷ്ട്രീയക്കാരനായിട്ടാണ് വന്നത്. അന്ന് എന്റെ ബ്ലോഗിൽ മുള്ളമ്പാറ വഴി ബാംഗ്ലൂർ എന്നൊരു ലേഖനം എടുത്ത് ഞാനത് കളഞ്ഞു. അത് അധികമായൊന്നും സംസാരിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അന്ന് അതേക്കുറിച്ചുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് ഞാനാണ്. ഞാനൊരു ക്ലാസ് കഴിഞ്ഞിട്ട്, ഒരു സൈക്കോളജിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി അതുവഴി വരുന്ന സമയത്താണ് മുള്ളമ്പാറ വെച്ച് സംഭവം നടക്കുന്നത്. അന്നത്തെ ചരിത്രമൊക്കെ ഞാൻ എന്റെ ബ്ലോഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ ഒഴിവാക്കി വെച്ചു. കാരണം വെറുതെ അദ്ദേഹത്തിന്റെ ഇഷ്ടം നടന്നത് നമ്മൾ പിന്നെ ചൊറിയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് ഇതുപോലെ സുപ്രീം കോടതി വിധിയൊന്നും വന്നിട്ടില്ല ഇഷ്ടമുള്ളിടത്ത് കയറി ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. അത് ഇമ്മോറൽ ട്രാഫിക് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അതങ്ങനെയല്ല. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സംവിധാനം അനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? ആ പെൺകുട്ടിയും ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം നടന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നിയമപരമായിട്ട് ഞാൻ ചെയ്തത് ശരിയാണെന്ന് വാദിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തനം അത് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. ഇയാളൊരു പൊതുപ്രവർത്തനല്ലേ, ഒരു ഭാവി നേതാവല്ലേ, ഇയാൾ ചെയ്യാൻ പാടില്ലെന്നേ. അയാളടുത്ത് ആശ്രയമായി വരുന്ന ഒരു പെണ്ണ്, അത് പെണ്ണോ ആണോ ആരായിക്കോട്ടെ, അവരെ മുതലെടുത്തുകൊണ്ട് അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവരെ തിരുത്തേണ്ടതിന് പകരം അവരെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റില്ല എന്ന് പറയാൻ എനിക്ക് എന്റെ തലയിൽ ഓളമൊന്നുമില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ നിമിഷം മുതൽ ഞാൻ എതിർക്കുന്നത്. കാരണം അത് ശരിയല്ല. നമ്മളൊരു വസ്തുത അറിയുമ്പോൾ നമ്മുടെ നിലപാട് അവിടെ എടുക്കണം. നിലപാട് ചിലപ്പോൾ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കും. ഓരോ സന്ദർഭത്തിലും നമുക്ക് പുറത്ത് കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകൾ മാറണം. അല്ലാതെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി എന്തു വന്നാലും ഞാൻ അങ്ങനെ പറയൂ എന്നുള്ള നിലപാട് ഒരിക്കലും നീതിക്ക് യുക്തമല്ല. രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് അയാളെ നശിപ്പിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം ഇവിടെ കൂടി നിന്നപ്പോ അയാളെ പ്രതിരോധിച്ചുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ നിന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, പരാതിക്കാർ ഒരു തരത്തിലുമില്ല. പരാതിക്കാരില്ലാതെ ഒരു പരാതിയില്ലാതെ എന്തിനാണ് അയാൾ എങ്ങനെ വളഞ്ഞിട്ടടിക്കുന്നത്? അപ്പൊ രണ്ടാമതൊരു കേസ് വന്നപ്പോൾ ഞാൻ അതേപോലെ വീഡിയോ ചെയ്തു. ഇനി ഒരു കാരണവശാലും ഇയാൾ അനുകൂലിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു വോയിസ് വരാൻ പാടില്ല. ഏതൊരു സന്ദർഭത്തിലായാലും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവർക്ക് അത് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് വീഡിയോ ചെയ്യുന്നവർക്കോ
രാഷ്ട്രീയക്കാർക്കോ മറ്റ് കോപ്രാത്രം കാണിക്കുന്നവർക്കോ അത് മനസ്സിലാവില്ല. ഒരു ഗർഭിണിയാവുന്നവർക്ക് ആദ്യത്തെ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ അറിയാം. 5 എണ്ണത്തിനെ പരിപാലിച്ചിട്ടുള്ള എനിക്കറിയാം അവരുടെ മനോവിഷമം എന്താണ്, ഏത് രീതിയിലാണ് എന്ന്. കുട്ടികളെ പ്രസവിപ്പിച്ച് അതിനെ കുളിപ്പിച്ച് അവരെ സംരക്ഷിച്ച് എല്ലാം ചെയ്തത്, അതായത് സാധാരണ പ്രസവരക്ഷ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് വളരെ വ്യക്തമായി അറിയാം. ഒരു പെൺകുട്ടിയുടെ ഗർഭാവസ്ഥ മുതൽ അതിന്റെ പ്രസവം മുതൽ അവിടെ നിങ്ങോട്ട് ആ ചെറിയ കുട്ടി പിച്ചുവെച്ച് നടക്കുന്നത് വരെ, പ്രസവിച്ച കുട്ടി നടക്കുന്നത് വരെ അവരുടെ മാനസിക വിചാര വിക്ഷോഭങ്ങൾ എന്താണ് എന്നുള്ളത് അതറിയാവുന്ന ഒരാളായിരിക്കണം. പൊതുപ്രവർത്തനം എന്നുള്ളത് അനുഭവ സമ്പത്ത് വേണമെന്നില്ല, അറിവ് മതി. അതുപോലും അറിയാതെ ഒരാൾ മുന്നിൽ വന്ന് ചാടിയപ്പോ ആ ചാടലിനെ വെച്ച് മുതലാക്കിക്കൊണ്ട് ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ്, ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഗർഭിണിയാകണമെന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രലോഭിപ്പിച്ച്, അത് ശരിയല്ല. ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രലോഭിപ്പിച്ചിട്ടോ കൂടെ വന്നിട്ടോ അതോ വേറെ വിഷയമാണ്. അങ്ങനെ ഒരാൾ വരുമ്പോ അതിൽ നോ പറയേണ്ട ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതാണ്. അത് ചെയ്തില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി അത്തരത്തിൽ പൊതുപ്രവർത്തനായിരിക്കാൻ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ല. ഇനി പഴയതുപോലെ ഒരു രാഷ്ട്രീയക്കാരനായി ഒരു ഒരു പൊളിറ്റിക്കൽ ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹത്തിന് തുടരാം. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും രാഷ്ട്രീയമോ അനുവദിക്കുന്നുണ്ടെങ്കിൽ കാലം ഇതൊക്കെ മറക്കും. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം മറന്നോളും. പക്ഷെ എന്ത് മറന്നു കഴിഞ്ഞാലും ഈ ധാർമ്മികത ഇനി വിളിച്ചു പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു യോഗ്യതയുമില്ല. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു തന്നെ സമീപിച്ച ആ പെൺകുട്ടിയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത്തരത്തിലൊരു ബന്ധം നടത്തി കഴിഞ്ഞു എന്ന്. എന്തിനാണ് വന്നത്? വിവാഹിതയായ ഒരു പെൺകുട്ടി അവരുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു സോഫ്റ്റ് കോർണർ മറ്റുള്ളവരിലേക്ക് ഉണ്ടാകും. ഞാൻ എന്റെ മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. റോയലിസ്റ്റിന്റെ ഒരു മെന്റാലിറ്റിയെ കുറിച്ച് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ പഴയ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വളരെ വ്യക്തമായി എത്രയോ കൊല്ലങ്ങളായി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഒരാൾ സോഫ്റ്റ് കോർണറുമായിട്ട് ഒരു വിഷമത്തിൽ വരുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കുകയല്ല, അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ട ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്. ആ സ്ഥാനത്ത് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കിയോ അല്ലാതെയോ അതിനെ ചൂഷണം ചെയ്യാൻ നിന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെ ഒരു നിലയ്ക്കും യോജിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഈ കേസ് വന്ന അന്ന് മുതൽ, അതായത് പരാതി കൊടുത്ത അന്ന് മുതൽ അവസാനിപ്പിച്ചു. കാരണം അതിനു മുമ്പാണ് ആ വോയിസ് പുറത്തു വരുന്നത്. ഗർഭാവസ്ഥയിൽ ആ ഭീഷണിപ്പെടുത്തുന്ന MMB ഒക്കെ വിളിച്ചിട്ട് തെറി വിളിക്കുന്ന വോയിസ് പുറത്തു വന്നത്. അന്ന് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുപ്രവർത്തകനോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതിനുശേഷം എന്തായാലും കേസ് വന്നു അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. മറ്റു പല കഥകളും അവിടെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. പൊതുപ്രവർത്തനം ചമഞ്ഞുകൊണ്ട് ഇനി സമൂഹത്തിൽ കണ്ടുപോകരുത്. Different angles. Don't forget to subscribe and support this channel.